നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശത്രുദോഷം കൂടപത്രത്തെക്കുറിച്ചാണ്. പലരും ചോദിക്കുന്നതാണ്. കാരണം ഒരുപാട് പേർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നതാണ് ഈ ശത്രുദോഷങ്ങൾ. അതായത് കൂടപത്രം പോലെ അതിന് ഈ ശത്രുദോഷം, അതായത് ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ ഈ കൂടപത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശത്രു എന്ന് വെച്ചാൽ ആരാണ്? ഒരു ഉപദ്രവവും ചെയ്യാത്തവരാണ് പലർക്കും ശത്രുക്കളായി മാറുന്നത്. അതിൻ്റെ കാരണം അസൂയ തന്നെയാണ്. മറ്റൊരാൾക്കുണ്ടാകുന്ന സ്വത്ത് അല്ലെങ്കിൽ അയാളുടെ സ്വത്തിൽ നമ്മൾ കണ്ണുവെച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതിനെ തട്ടിയെടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. അതെന്തുകൊണ്ട് ആൾക്കാർ ഇത്ര ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇത്രയേറെ അതിനു വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നു എന്ന് വെച്ചാൽ, അത് ചെയ്ത് സാധിപ്പിച്ചു കൊടുക്കുന്ന ചില ക്ഷേത്രങ്ങളെന്ന വ്യാജേന നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. റിസൾട്ട് വളരെ വലുതാണത്. ചെന്നാൽ അവരത് കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യാൻ പോകുന്നവർ ആലോചിക്കേണ്ടുന്ന കാര്യം, ഇതെന്നായാലും നമുക്ക് അടിക്കും. അതൊരു റബ്ബർ പന്ത് പോലെയാണ്. എറിഞ്ഞാൽ എറിഞ്ഞ ഭാഗത്ത് പോയി കൊള്ളും, തിരിച്ച് നമ്മുടെ മണ്ടയ്ക്ക് തന്നെ അത് വരും. അതിന് ചിലപ്പോൾ കാലതാമസം ഉണ്ടാകും, പക്ഷേ അത് വരാതെ പോകില്ല. അതിനെക്കുറിച്ചൊരു ഞാൻ പോയി പരിഹരിച്ചു കൊടുത്തിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ച് പറയാം. ഇതുപോലുള്ള ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ എൻ്റെ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ അധികമായിട്ട് ഞാൻ ഈ പ്രേതബാധകളെ കുറിച്ചാണ് പറയുന്നത്. അതിനോടൊപ്പം ഇതുപോലുള്ള സംഭവങ്ങളും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 3 സഹോദരങ്ങൾ, അല്ലെ 2 സഹോദരന്മാർ, ഒരു സഹോദരിയാണ്. 3 പേരും കല്യാണമൊക്കെ കഴിഞ്ഞു. അവർ ആ സമൂഹത്തിൽ അവരുടെ ആ പ്രദേശത്തിൽ സാമ്പത്തികം ഉള്ളവരാണ്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള സ്ഥലം 3 പേർക്കായിട്ട് അത് അവർ ഷെയർ ചെയ്തെടുത്തു. 3 പേരും അതിനകത്ത് വീട് വെച്ചു. എല്ലാം അടുത്തടുത്തടുത്ത് തന്നെയാണ്. ഒരു വസ്തു തന്നെയാണ് 3ആയി ഭാഗിച്ചു. ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ അവരവിടെ അങ്ങനെ താമസിക്കുകയാണ്. പക്ഷെ ഇതിൽ ഒരു സഹോദരൻ കുട്ടികളുണ്ടായില്ല. അപ്പോൾ കുട്ടികൾ ഉണ്ടാകാതെ വന്നപ്പോഴത്തേക്ക് ഈ മറ്റ് 2 പേരും, അതായത് കുട്ടികളുള്ള 2 പേരും, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വത്തുക്കളുണ്ട്, സ്ഥലമുണ്ട്, ഇദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പങ്ക് കൂടി അവർക്ക് വേണം. അപ്പം അതിന് ഇവർ ചെയ്യുന്നത്, ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴികൾ. അതെന്തെന്ന് വെച്ചാൽ, അവർ മറ്റൊരു കുട്ടിയെ ദത്തെടുക്കാനോ ഒക്കെ ആലോചിക്കുമ്പോൾ അതിനൊക്കെ ഈ ഇടങ്കോലിടുക എന്നുള്ളതാണ്. എന്തായാലും ഈ മറ്റു 2 പേരും പറഞ്ഞത് പ്രകാരം ഇവർ കുട്ടികളൊന്നും ദത്തെടുത്തില്ല. അവരങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റു 2, ഈ ഒരു സഹോദരനും സഹോദരിക്കും അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് അത്യാഗ്രഹം വീണ്ടും കൂടുന്നു. അതായത് ഈ വസ്തു, വീടുമൊക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്തായാലും ഇവരുടെ മരണശേഷം അത് അവർക്ക് തന്നെയാണ്. കാര്യം അവർക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവർക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 2 പേരുടെ കാലം പെട്ടെന്ന് കഴിയണം, 2 പേരും മരിക്കണം. അതാണ് അവരുടെ ഒരു, അങ്ങനെ അവർ മരണപ്പെട്ടു പോയാൽ കിട്ടും. അപ്പോൾ സ്വാഭാവികമായി അവർ മരിക്കാത്തത് കൊണ്ട് ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അവർ പോയി ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു. ഞാനത് ഒന്നൊന്നായി പറയുന്നില്ല. എന്തായാലും ഈ കുട്ടികളില്ലാത്ത സഹോദരൻ രോഗാവസ്ഥയിലായി. അപ്പോൾ അവർ വിശ്വസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർ വിശ്വസിക്കുന്നത് ഇവർ ക്ഷുദ്രകർമ്മം ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ അവർക്ക് ഒരുപാട് തെളിവുകളൊക്കെ കിട്ടി. എന്തായാലും അയാൾ ഇങ്ങനെ മരിക്കാറായി എന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യുകയല്ലേ, നിങ്ങൾ എന്നെ ഇവിടെ താമസിക്കണ്ട, ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുക. അത് അവരുടെ സഹോദരന്മാരെല്ലാം അപ്പം വിളിച്ചു. അപ്പോൾ ഇയാൾ തയ്യാറായി, പോകാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പറക്കി അവർ പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഒരു രോഗം വന്ന് വല്ലാത്ത അവസ്ഥയിലാണ്. അത് ഒരു തീരുമാനം എടുത്തു, ഈ വസ്തു മറ്റാർക്കെങ്കിലും വിൽക്കാം. കാരണം അയാൾക്ക് ഇവിടെ ഒന്ന് ഇനി താമസിക്കാൻ പറ്റില്ല. ഭാര്യയുടെ സഹോദരന്മാരുടെ വീട്ടിൽ പോയി അവർ ഈ എന്തൊക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ പോയി ചെയ്തു. അയാൾ ഒരുവിധം എഴിച്ച് നടക്കുന്ന അവസ്ഥയിലൊക്കെ ഒരുവിധം ആരോഗ്യമൊക്കെ അയാൾക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ ഇനി തിരിച്ചിങ്ങോട്ട് വന്നാൽ വീണ്ടും ഇവരിത് ചെയ്യുമല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ ഭാര്യ വീട്ടിൽ തന്നെ താങ്ങാം. ഇങ്ങോട്ട് വരാനേ അവർക്ക് ആർക്കും താല്പര്യമില്ല, അദ്ദേഹത്തിനും ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വിറ്റ് കളയാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇയാൾ വിൽക്കാൻ വേണ്ടി ആൾക്കാർ സംഘടിച്ച് പലരും വരുന്നു, നോക്കുന്നു. പക്ഷെ ആര് വന്നാലും ഈ സഹോദരനും സഹോദരിയും കൂടി ഇത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോയി അയാൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ അയാളൊരു നിസ്സഹായനാണ്. അങ്ങേർക്ക് കുട്ടികളില്ല. ആ ഒരു വിഷമം, സ്വന്തം അയാൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്, അവിടെ ഒരു നല്ല വീട് വെച്ചു, അവിടെ ഒരു മനസ്സമാധാനമായിട്ട് താമസിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ സഹോദരനും സഹോദരിയും കൊണ്ട് സമ്മതിക്കുന്നില്ല.
അദ്ദേഹത്തിന് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തു, രോഗാവസ്ഥയിലായി. പക്ഷേ ഭാര്യ വീട്ടുകാർ കൊണ്ട് പരീക്ഷിച്ചു. അപ്പം ഇങ്ങോട്ട് വരാൻ ഇനി താല്പര്യം, ഇത് വിറ്റുകളാണ്. പക്ഷേ എന്നാൽ ഇയാളുടെ ഭാര്യയുടെ ആൾക്കാർ ചോദിക്കുന്നു, ഈ സഹോദരനും സഹോദരിക്കും കൂടെ എടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. പക്ഷേ അവർ അത് സമ്മതിക്കുന്നില്ല. എന്താണെന്നറിയില്ല, അവർക്കിത് വെറുതെ കിട്ടണം എന്നുള്ളൊരു നിലപാട് വെച്ചിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് സംഭവിച്ചത്, ഒരാൾ ധൈര്യപൂർവ്വം ഇത് വാങ്ങിക്കാൻ തയ്യാറായി. ഈ കാര്യങ്ങളൊക്കെ വന്ന് അറിഞ്ഞ ഒരാൾ, അയാൾ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊന്നും ഒരു വിശ്വാസമില്ല, അവരെന്ത് ക്ഷുദ്രകർമ്മങ്ങളോ എന്ത് കൂടപത്രമോ എന്തോ ആണോ ചെയ്തോട്ടെ, എനിക്കൊന്നും ബാധിക്കില്ല, ഞാൻ ഈ വസ്തു വാങ്ങിക്കുന്നു. അയാൾക്ക് വീടൊക്കെ വന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം അയാളോടും വീട് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രേതമുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, അയാൾ ഇവിടെ വെച്ച് മരിക്കാൻ പോയതാണ്, നിങ്ങൾക്കും അത് വരുമെന്നൊക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല. അയാളത് വിലയ്ക്ക് വാങ്ങിച്ചു. അയാളവിടെ താമസമാക്കി ഒരു 3 വർഷം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. പക്ഷേ ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ വീട്ടിൽ നിന്നും, ഈ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നാണയങ്ങൾ, 1 രൂപ തൊട്ട് 2 രൂപ തൊട്ട് 5 രൂപ തൊട്ടൊക്കെ ഇങ്ങനെ നാണയങ്ങളും ദിവസവും അവർ പറയുന്ന ഒരു 3-4 നാണയങ്ങൾ പല ഭാഗത്തുനിന്ന് കിട്ടും. പിന്നെ ചില കുപ്പികൾ കിട്ടും, ചെറിയ കുപ്പികൾ. ഇത് തുറന്നു പോകുമ്പോൾ അതിനകത്ത് ചെമ്പ് തകിട്, ഭസ്മം, കുങ്കുമം, ഇങ്ങനെ പലത്. പിന്നെ ഈ നമ്മൾ കയ്യിലൊക്കെ കെട്ടുന്ന കറുത്ത ചരട്, അത് ഇങ്ങനെ കെട്ടി വല്ലാത്ത രൂപത്തിലൊക്കെ ആക്കി അത് കൊണ്ടിട്ടേക്കും. പിന്നെ പലവിധ അസ്ഥി കഷ്ണങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ ഈ വീടിനടുത്ത് തന്നെയാണ് മറ്റേ സഹോദരനും താമസിക്കും. ഇങ്ങനെ ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങൾ. പക്ഷെ ഇയാൾ അതൊന്നും അയാൾക്കൊരു ധൈര്യപൂർവ്വം അങ്ങനെ മുന്നോട്ട് പോയി, ഇതൊന്നും അങ്ങനെ ബാധിക്കില്ല എന്നുള്ള അവസ്ഥയില്ല. അപ്പം വന്ന സമയം തൊട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 3 വർഷം വരെ പോയി. 3ാമത്തെ വർഷമായപ്പം ഇദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണ്. അതിൽ ഒരു ആൺകുട്ടിക്ക് നെഞ്ചിലൊരു പ്രശ്നം ഒന്ന് പരിശോധിക്കുമ്പോൾ ഹാർട്ടിനൊരു ഹോളെന്തോ വീണിരിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചു തുടങ്ങി. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള മറ്റ് ബന്ധുക്കൾ, അങ്ങനെ ഭാര്യ വീട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ഈ സംഭവം അറിയാം, ഈ മുൻപ് ഈ വീടിൻ്റെ യഥാർത്ഥ ഉടനെ സംഭവിച്ചതൊക്കെ. അപ്പോൾ അവരിങ്ങനെ അടുത്ത് പറഞ്ഞു, അത് നമുക്ക് ചികിത്സ നടത്താം, പക്ഷെ അതിനോടൊപ്പം എവിടെയെങ്കിലും പോയി എന്തെങ്കിലും നമുക്ക് ഇതേ കണക്കൊന്ന് നോക്കണം, പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാമല്ലോ. അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നല്ല നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കൂടപത്രങ്ങൾ നന്നായി കയറിയിരിക്കുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ബിസിനസ്സിലൊക്കെ ചെറിയ നല്ലൊരു സാമ്പത്തികമുള്ള മനുഷ്യനാണ്, ബിസിനസ്സിൽ തകർച്ച വരുന്നു. അദ്ദേഹത്തിന് 1-2 അപകടങ്ങൾ പറ്റുന്നു. പിന്നെ വീട്ടിൽ തന്നെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. സന്തോഷമായി പോയിക്കൊണ്ടിരുന്നതൊക്കെ ചെറിയ ചെറിയ അവസരങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുണ്ടാകുന്നു. 2ാമത്തെ കുട്ടിക്ക്, 2 പേരാണ്, മൂത്തയാൾക്കാണ് ഇത് വന്നത്. 2ാമത്തെ കുട്ടിക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ടാകുന്നു. വലിയ പ്രായമൊന്നുമില്ല, അവർ 2ാമത്തെ 8-ലോ 10-ലോ ഒക്കെ എന്താ പഠിക്കുന്ന സമയമാണ്. ഡിപ്രഷൻ വന്നിട്ട് അവന് ഒരു ആത്മഹത്യാ പ്രവണത, എപ്പോഴും അവന് മരിക്കണം എന്നുള്ളൊരു ചിന്ത. ഇത് രണ്ടും കൂടി വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം പിന്നെ കൂടുതൽ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൂടപത്രം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നു. അതിന് പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങാം എന്നുള്ളൊരു തീരുമാനം എത്തുമ്പോൾ ഈ മകൻ്റെ ചികിത്സ എല്ലാം കഴിഞ്ഞു. ഡോക്ടർമാരുടെ അടുത്ത് പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല, അതെല്ലാം ഭേദമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അവന് 18-19 വയസ്സ് എന്തിനാണെന്ന് തോന്നുന്നു. ഒരു ദിവസം അവനെന്തോ ആവശ്യമായിട്ടൊക്കെ എവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷം ആഹാരം കഴിച്ച് റൂമിൽ കയറി കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞ്, അത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് അച്ഛനും അമ്മമാരെ വന്ന് നോക്കുമ്പോൾ ഇവൻ അനക്കമില്ല. ഇവനങ്ങനെ ഒരേ കിടക്കുകയാണ്. അവന് തട്ടി വിളിച്ച് നോക്കുമ്പോൾ ശരിക്കും അവൻ മരിച്ചു. ഡോക്ടർമാർ പറഞ്ഞത് ഇനി മരിക്കില്ല എന്ന് പറഞ്ഞാണ്, പക്ഷെ അവൻ മരിച്ചുപോയി. അച്ഛൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. 2ാമത്തെ കുട്ടിക്ക് അവനിങ്ങനെ ഒരു ഡിപ്രഷനും വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇത് കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ മരണം വരെ സംഭവിക്കും. ഞാൻ കേസ് ഏറ്റെടുത്ത് കുറച്ച് ദിവസം അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ കൊണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ കുട്ടി മരിച്ചുപോയി. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. അതിന് ശേഷമാണ് വീണ്ടും ഈ നമ്മൾ യഥാർത്ഥത്തിലുള്ള പരിഹാര മാർഗങ്ങൾ. പക്ഷെ അയാളുടെ വീട്ടുകാർ പറഞ്ഞു ഇത് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു എൻ്റെ മകൻ എന്തായാലും എനിക്ക് നഷ്ടപ്പെട്ടു, 2ാമതൊരു മകനുണ്ട്, ആ മകൻ നഷ്ടപ്പെടാതെ എനിക്ക് നോക്കണം. അത് തന്നെയുമല്ല, ഇത് ചെയ്തവർക്ക് ഇത് തിരിച്ച് കിട്ടുന്നത് എനിക്ക് കാണണം. അതൊരു അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു. എന്തായാലും ഒരു മകൻ നഷ്ടപ്പെട്ടു, ഇനി അത് കണ്ടിട്ടേ പോകൂ എന്നുള്ളത് അത് എന്നോട് തുറന്നു പറഞ്ഞു.
ഉണ്ട് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരിക്കലും അങ്ങനെ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ വന്ന ദോഷങ്ങളെ നമുക്ക് പറഞ്ഞു വിടാൻ സാധിക്കും. എങ്ങോട്ടെന്നില്ലാതെ പറഞ്ഞു വിടാനേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നീ എവിടെയാണോ ഇന്ന് വന്നത്, അല്ലെങ്കിൽ ആരാണോ ചെയ്ത് അവിടെ പോകണം, അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു പവറാണ്, ഒരു നെഗറ്റീവ് പവർ, മനുഷ്യ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന പവറാണ്. ആ പവർ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉത്ഭവിപ്പിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരാൾ അതിനെ ഉത്ഭവിപ്പിക്കുന്നത്. അത് നമ്മളിലേക്ക് വന്ന് നമ്മുടെ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണോ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് തിരിച്ച് നേരെ ചെയ്തവൻ്റെ അടുത്ത് പോകും. ചെയ്തവരെ മന്ത്രവാദിയായിരിക്കുമല്ലോ. പക്ഷെ അവനറിയാം ഇതിനെ പ്രതിരോധിക്കാൻ. പിന്നെ അവൻ്റെ ഒറ്റ സ്ഥാനമേ ഉള്ളൂ പോകാനായിട്ട്, ചെയ്യിപ്പിച്ചവന് ഇതൊന്നും അറിയില്ല. അവൻ്റെ ആഗ്രഹം അവനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പം തിരിച്ച് അവന് ഈ അടി കിട്ടും, അത് ഉറപ്പ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ മുച്ചൂട് നശിപ്പിച്ചതിന് ശേഷം എന്തായാലും ഇത് അവൻ്റെ അടുത്ത് തന്നെ പോകും. അതാണ് ഇത് ഞാൻ തുടക്കം പറഞ്ഞത്, ഇതാരും അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ എന്നാലും നമുക്ക് പണി കിട്ടും. ഇതിനിടയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഇതിന് ഇവിടെ നിന്ന് നമ്മൾ തുരത്തി ഓടിച്ചാൽ, അല്ലെങ്കിൽ ദോഷങ്ങളെ നമ്മൾ ഇവരിൽ നിന്ന്, ഇപ്പം ഈ മരണമൊക്കെ സംഭവിച്ചല്ലോ, ഇവരിൽ നിന്നും നമ്മൾ ശക്തമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് ഈ ദോഷത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ദോഷം വേറൊരിടത്തും പോകില്ല, ചെയ്യിപ്പിച്ചിൻ്റെ അവിടെ പോകുള്ളൂ. നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പരും മൊബൈലും ഒന്നും കൊടുക്കണ്ട, അവ നേരെ അവിടെ തന്നെ പോയിക്കോളും. അപ്പം ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു, ഇത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു എവിടെ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഭൂമിയിൽ നിന്നും, ഈ ഗ്രഹത്തിൽ നിന്നും ഇതിന് വിലക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നീട് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ നമുക്കിതിന് വിലക്കി നിർത്താൻ പറ്റും. അത് മാത്രമേ പറ്റുള്ളൂ. ഇതെങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു നിർദ്ദേശം കൊടുക്കുവാനോ പ്രവചിക്കുവാനോ സാധിക്കില്ല. എന്നിട്ട് ഞാൻ ഇതും പറഞ്ഞു, അത് അവിടെ പോകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ തയ്യാറായി ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അതിനുള്ള പരിഹാര കർമ്മങ്ങൾ 3 ദിവസം കൊണ്ടാണ് അത് പരിഹരിച്ചു. മറ്റൊരു ദോഷം ഈ കുടുംബത്തിലേക്ക് വരാതിരിക്കാനായിട്ട് ഭൂമിയുടെ 5 ഭാഗത്ത് നമ്മൾ ഈ ചെമ്പ് കുടത്തിനകത്ത്, ചെറിയ കുടമാണ്, അതിനകത്ത് തറരക്ഷയെല്ലാം എഴുതി നല്ല രീതിയിൽ തന്നെ അതിനെ നമ്മൾ പൂജയെല്ലാം ചെയ്ത് 5 ഭാഗത്ത് തറച്ചു. അതായത് ഈ ദോഷങ്ങൾ കംപ്ലീറ്റ് ആ ഭൂമിയിൽ നിന്നും, ആ ഗൃഹത്തിൽ നിന്നും, ഗൃഹവാസികളിൽ നിന്നും മാറ്റിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സംരക്ഷണം, തറരക്ഷ, അതായത് പിന്നീടൊന്നും വരരുത്. അപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഭൂമിക്കോ ഈ ഗ്രഹത്തിനോ ഈ ഗൃഹവാസികളിലോ ഇതുണ്ടെങ്കിൽ നമ്മൾ തറരക്ഷ വെച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെ മൊത്തം നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം, അതിനെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്യുക. അതിന് ശേഷം മറ്റൊന്നും ഇനി വരാതിരിക്കാനായിട്ട് ഈ കർമ്മം, അതായത് പൂർണ്ണമായി ഇത് മാറ്റുന്ന അതേ സമയം തന്നെ, അല്ലെങ്കിൽ ആ പൂജയിൽ വെച്ച് തന്നെ കലശം പൂജിച്ച് 5 ഭാഗത്തും നമ്മൾ തറച്ച് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 7 ദിവസത്തോളം പിന്നെ കർമ്മങ്ങളൊക്കെ വീട്ടുകാർ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വരുന്നത്. ഇതെല്ലാം ചെയ്തു. അതിനുശേഷം 30 ദിവസത്തോളം ഇതിനെ ശക്തിപ്പെടുത്തുന്ന ചെറിയ വേറെ കർമ്മങ്ങളുണ്ട്, അതെല്ലാം വീട്ടുകാരാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ 30 ദിവസം അല്ലെങ്കിൽ 90 ദിവസം, ചിലയിടത്തൊക്കെ 90 ദിവസം, ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഈ വീട്ടിലേക്ക് വരില്ല എന്നുള്ളത്. അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി കൊടുത്തു. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിൽ ഉണ്ടായ അതേ ദുരനുഭവങ്ങൾ ഈ എവിടെയാണോ ചെയ്തു വിട്ട ആ വീട്ടിൽ ഇവർക്കത് അറിയാൻ സാധിച്ചു. കാര്യം തൊട്ടടുത്താണ് ഈ വീട്. എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞ, ഇവർക്കുണ്ടായതിനേക്കാൾ ഏറെ വിഷമങ്ങൾ ആ വീട്ടുകാർക്ക് ഉണ്ടായി. ശരിക്കും അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ എനിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പറ്റിയില്ല എന്ന് വെച്ചാൽ അത് സാധിക്കില്ല. കാര്യം അത് എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അവരോട് ഉള്ള കാര്യം പറഞ്ഞു, ഇങ്ങനത്തെ കർമ്മങ്ങൾ ഞാൻ ചെയ്യില്ല. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വന്നു പോയിട്ടുള്ള ആ ദോഷങ്ങളെ മാറ്റിക്കൊടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവരെൻ്റെ അടുത്ത് വന്നത്. അതിന് എൻ്റെ അടുത്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇവരെ സഹായിക്കാൻ നിന്ന ആ നാട്ടുകാരനായ ഒരാൾ തന്നെ, അയാൾക്കറിയാം ഞാനാണ് വന്നതെന്നും ഇത് ചെയ്തു കൊടുത്തതെന്നൊക്കെ, എന്നോടൊപ്പം സഹകരിച്ചിരുന്ന ആളാണ്. അയാൾ തന്നെയാണ് പോയി അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്ന ആളാണ് ഇവിടെ വന്ന് ഇത് പരിഹരിച്ചു കൊടുത്തത്, അവരുടെ അടുത്ത് ചെല്ലാൻ പോകുന്നത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ ഉള്ള സത്യം പറഞ്ഞു, എനിക്കിനി അതിൻ്റെ പുറകെ പോകാനോ ഇനി അതിനെ നിങ്ങളവിടെ നിന്ന് ഓടിക്കാനോ എനിക്ക് സാധിക്കില്ല. അത് നിങ്ങൾ എവിടെയാണോ പോയി ആദ്യം നിങ്ങൾ ചെയ്തത്, അവർ സമ്മതിച്ചു, നിശബ്ദമായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല, ചെയ്തില്ല എന്നൊന്നും പറഞ്ഞില്ല. അവിടെ പോവുക, അയാളെ കാണുക, അയാളെ വേണം ഇനി ഇത് നിങ്ങളിൽ നിന്നും മാറ്റിത്തരാനായിട്ട്. പക്ഷേ പിന്നീടും ഞാൻ അറിഞ്ഞു ആ ദുരന്തങ്ങൾ അവർക്ക് തുടർന്ന് തന്നെ പോയി. അവർക്കുണ്ടായ നഷ്ടങ്ങൾ അതൊരു വലിയ നഷ്ടങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടാത്ത വിധത്തിലുള്ള വൻ നഷ്ടങ്ങൾ തന്നെ ആ കുടുംബത്തിനുണ്ടായി. അവസാനം അവർ ഭ്രാന്ത് പിടിച്ച കണക്കായി ഈ സഹോദരനും സഹോദരിക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ആലോചിച്ചിട്ട്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, നമ്മളാരും അങ്ങനെ ചെയ്യരുത്.
ഒരാൾ അയാൾക്ക് കുറേ വസ്തുവുണ്ട്, ഒരു വീടുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്. അയാൾക്ക് കുട്ടികളില്ലെങ്കിൽ അയാൾ വല്ല അനാഥാലയത്തിലോ മറ്റെവിടെയെങ്കിലും കൊടുക്കട്ടെ. കാര്യം നമുക്ക് ജീവിക്കാനുണ്ട്. പോട്ടെ, നമുക്ക് ജീവിക്കാനില്ല, നമ്മൾ തെണ്ടികളാണെന്ന് വിചാരിക്കുക, അയാൾക്കെല്ലാം ഉണ്ട്. പക്ഷെ അത് നമുക്ക് തന്നെ തരണമെന്ന് വാശി പിടിക്കാൻ നമ്മൾ പാടില്ല. കാരണം ആരുടെ കയ്യിലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ മനസ്സറിഞ്ഞ് തന്നാൽ നമുക്ക് സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം. പക്ഷേ ഇതുപോലുള്ള പല ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടോ ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ നമ്മളത് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ, അത് ഇതേ കണക്കുള്ള എന്തെങ്കിലും ഒരു ദുർശക്തികൾ വിട്ടിട്ട് നമ്മൾ മറ്റൊരാളെ ചതിക്കാൻ ശ്രമിച്ചാൽ, അതിനാണ് ശത്രുദോഷം കൂടപത്രം എന്നൊക്കെ പറയുന്നത്. അത് എന്നായാലും അത് തിരിച്ചടിച്ചിരിക്കും. അത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല, ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്കുണ്ട്. എനിക്കല്ല, നമുക്ക് ഇങ്ങനെ പോയി ചെയ്യുന്ന ഒരുപാട് പേർക്കറിയാം. അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് തന്നെ അറിയാം, ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുള്ളവർ തന്നെ അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. ഞാൻ ഒരുപാട് എൻ്റെ ഇതേ കണക്കുള്ള ഈ കൂടോത്രം ചെയ്ത് പണി വാങ്ങിയവനെന്ന് പറഞ്ഞിട്ട് അതൊരു സീരിയൽ പോലെ തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരുപാടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ദയവ് ഇത് ഇങ്ങനെയുള്ള ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ആരും പോകരുത്. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പോയി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം. കാര്യം വർഷങ്ങൾക്ക് ഇപ്പം ഒരുപാട് വർഷമായി, വർഷത്തിന് മുമ്പൊക്കെ ഞാൻ ഈ എൻ്റെ ഇതേ കണക്കുള്ള ജീവിതം, പൂജാ ജീവിതവും കാര്യങ്ങളും ഇതേ കണക്കുള്ള ഈ ഒഴിപ്പീരും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ പോയി തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യമൊക്കെ ഒരു ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നും നല്ല രീതിയിലുള്ള യാത്രയും കിലോമീറ്ററുള്ള യാത്രയാണ്. അങ്ങനെ വന്ന് എനിക്ക് എൻ്റെ ഡിസ്കിന് വരെ കംപ്ലൈൻ്റ് ആയിപ്പോയി. കാര്യം വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല തിരക്കുണ്ട്. പക്ഷേ ഒരു കാറ് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനവും സാമ്പത്തികം ഒന്നും ആയിട്ടില്ല. അപ്പോഴും ഇതേ കണക്ക് തന്നെ ഞാൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കൊക്കെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മാത്രമാണ് ഇല്ലാതിരുന്നത് ഒരു ബൈക്ക്, അത്രയേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ ഹാണ് പോലും ശരിക്കും വർക്ക് ചെയ്യില്ല, ഹെഡ്ലൈറ്റ് പോലും വർക്ക് ചെയ്യില്ല, അതിൻ്റെ ബാറ്ററി പോയി, അതിൻ്റെ ഡൈനോമരാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലും ഞാൻ ചോദിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് അവസാനം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ ശാർക്കര, തിരുവനന്തപുരം ആറ്റിങ്ങലുള്ള ശാർക്കര അമ്പലം നടയിൽ പോയിട്ട് ഞാനൊന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ, എനിക്ക് ഒട്ടും യാത്ര ചെയ്യാൻ വയ്യ, നട്ടലൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും, നല്ല വേദനയുണ്ട്, എന്തെങ്കിലും ഒരു സംവിധാനം യാത്ര ചെയ്യാനായിട്ട് ഉണ്ടാക്കി തരണേ. ശരിക്കും ഞാൻ സത്യം ചെയ്തു തുറന്നു. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച 3-ൻ്റെ അന്ന് ആദ്യത്തെ 800 1 രൂപ പോലും ഇല്ലായിരുന്നു. പക്ഷെ 65,000 രൂപ കൊടുത്ത് അന്നത്തെ കാലത്ത് എനിക്കൊരു 800 എടുക്കാൻ ഒരു അവസരം ദൈവം തന്നു. ഈ പൈസ എങ്ങനെ വന്നെന്നോ ഈ കാർ എങ്ങനെ വന്നെന്നോ എനിക്കറിയില്ല. അതെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും രണ്ടാമത് 800 വന്നു. ഇപ്പോൾ എനിക്ക് ഇന്നോവയുണ്ട്, ഒരുപാട് വണ്ടികൾ, എനിക്ക് വാഹനം ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ട്. ഇത്രയും വണ്ടികൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഭാര്യ പോയി തിരുവനന്തപുരം ഭീമ ജുവലറിയിൽ പോയിട്ട് ഒരു നറുക്കെടുത്തു. അതിന് 1ാം സമ്മാനം ഹുണ്ടായുടെ ഒരു കാറ്, അതും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം ഇത്രയും വണ്ടികൾ ഉണ്ടെങ്കിലും അപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ട്, ഇരിക്കട്ടടാ നിനക്കൊന്ന് ഓടിയെന്ന്. അത് ദൈവത്തിൻ്റെ ഒരു ബോണസായിട്ട് മാത്രം. ഇനി 1 രൂപ കിട്ടിയാലും അത് ദൈവം തരുന്ന ബോണസ് എന്നാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ആരിടത്തും പോയി ഒന്ന് താഴ്മയായിട്ട് ചോദിച്ചു വാങ്ങിക്കാനോ, അതിനകത്ത് അന്തസ്സുണ്ട്. നമുക്കില്ലാത്തത് നമുക്ക് മറ്റൊരാളോട് ചോദിച്ചു വാങ്ങിക്കാം. പക്ഷേ ചതിച്ച് വാങ്ങിക്കാൻ, എൻ്റെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒരുപാട് കാറും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ആരിടത്തും പോയി ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഏവർക്കും നമുക്ക് സമയമായാൽ, നന്മ കിട്ടാൻ സമയമായാൽ ദൈവം നമുക്കത് തരും. നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരാളുടെ ഈ പറഞ്ഞ സ്വത്ത് കണ്ട് അയാളുടെ സമ്പത്ത് കണ്ടിട്ട് നമ്മൾ കുതിക്കാതിരിക്കുക. അത് നമുക്ക് വിധിക്കപ്പെട്ടതല്ല. ഇപ്പോൾ ഒരു കോടീശ്വരനുണ്ട്, അയാൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ മക്കൾ 12 നില വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്കത് കൊടുത്തത് ദൈവമാണ്. നമുക്ക് ഈ ദാരിദ്ര്യം തന്നതും ദൈവമാണ്. എന്തുകൊണ്ട് അയാൾക്കത് കൊടുത്തു, എന്തുകൊണ്ട് നമുക്ക് ഈ ദാരിദ്ര്യം തന്നു, അത് നമ്മൾ തന്നെ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഓരോരുത്തരുടെ പ്രവൃത്തികൾ നന്നാക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊരാളെ നശിപ്പിക്കുന്നത് അത് ദൈവഹിതമല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്താൽ എന്നായാലും ശേഷിക്കുന്ന നമ്മുടെ ജീവിതം അതിന് ശിക്ഷ വാങ്ങി നരകിച്ച് ജീവിക്കുവാൻ തന്നെയായിരിക്കും. ശത്രുദോഷം
കൂടപത്രം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിങ്ങൾ പോകരുത്. അത് എന്നായാലും നിങ്ങൾക്കും നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും, അതായത് നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് തന്നെ ദുരിതം അനുഭവിക്കാനുള്ള വഴിയായി മാത്രമേ അത് നിങ്ങൾ കാണാൻ പാടുള്ളൂ. അത് തന്നെയാണ് അനുഭവങ്ങൾ കൊണ്ടും മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഇത് കണക്ക് കൂടപത്രങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ള കേസൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ നേരിട്ട് വരാം. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായി ഞാൻ മാറ്റി തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് നമുക്ക് നേരിട്ടിരുന്ന് നിങ്ങളുടെ ജ്യോതിഷങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷപരമായ പ്രശ്നങ്ങൾ നോക്കി പരിഹരിക്കാനുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിക്കാം, ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.